നമുക്കിന്ന് ഇലക്ട്രോസ്റ്റാറ്റിക്സ് ഓഫ് കണ്ടക്ടേഴ്സ് എന്താണെന്ന് നോക്കാം. കഴിഞ്ഞ ചാപ്റ്ററുകളിലൊക്കെ നമ്മൾ പഠിച്ച കുറച്ച് പോയിൻറ്റ്സാണ് ഇവിടെ ലിസ്റ്റ് ഔട്ട് ചെയ്യാൻ പോകുന്നത്. നമുക്കറിയാവുന്ന പോയിൻറ്റ്സ് തന്നെയാണ് ഇലക്ട്രോസ്റ്റാറ്റിക്സ് ഓഫ് കണ്ടക്ടേഴ്സ്. അതിൽ നമ്മൾ ആദ്യമായിട്ട് പറയുന്നത് ഫസ്റ്റ് പോയിൻ്റ് എന്ന് പറയുന്നത് കണ്ടക്ടേഴ്സിൻ്റെ കേസിൽ ഇൻസൈഡിൽ ഇലക്ട്രിക് ഫീൽഡിൻ്റെ വാല്യൂ എന്തായിരിക്കും? 0 ആയിരിക്കും. കണ്ടക്ടേഴ്സിൻ്റെ ഇൻറ്റീരിയറിൽ ഇലക്ട്രിക് ഫീൽഡിൻ്റെ വാല്യൂ 0 ആയിരിക്കും. അപ്പോൾ നമുക്ക് ഫസ്റ്റ് പോയിൻ്റായിട്ട് കൊടുക്കാം, ഇൻസൈഡ് എ കണ്ടക്ടർ ഇലക്ട്രിക് ഫീൽഡ് ഈസ് 0. കണ്ടക്ടറിൻ്റെ അകത്ത് ഇലക്ട്രിക് ഫീൽഡിൻ്റെ വാല്യൂ 0 ആയിരിക്കും. സെക്കൻഡ് പോയിൻ്റ്, കണ്ടക്ടേഴ്സിൻ്റെ കേസിൽ ആ കണ്ടക്ടറിൻ്റെ സർഫസിന് നോർമലായിട്ടായിരിക്കും ഇലക്ട്രിക് ഫീൽഡ് ആക്ട് ചെയ്യുന്നത്. കണ്ടക്ടേഴ്സിൻ്റെ സർഫസിന് പെർപെൻഡിക്കുലറായിട്ട് അല്ലെങ്കിൽ നോർമലായിട്ടായിരിക്കും ഇലക്ട്രിക് ഫീൽഡ് ആക്ട് ചെയ്യുന്നത്. അപ്പോൾ ഇലക്ട്രിക് ഫീൽഡ് ഈസ് നോർമൽ അല്ലെങ്കിൽ പെർപെൻഡിക്കുലർ ടു ദ സർഫസ്. സർഫസിന് പെർപെൻഡിക്കുലർ ആയിട്ടായിരിക്കും ഇലക്ട്രിക് ഫീൽഡ് ആക്ട് ചെയ്യുന്നത്. അപ്പോൾ നോക്കിക്കേ, ഇത് നമ്മളൊരു കണ്ടക്ടർ എടുക്കുകയാണെങ്കിൽ ഇപ്പോൾ കണ്ടക്ടറിന് പെർപെൻഡിക്കുലർ അല്ല, ഒരു ഇൻക്ലൈൻ ഡിറക്ഷനിലാണ് ഇലക്ട്രിക് ഫീൽഡ് ആക്ട് ചെയ്യുന്നതെങ്കിൽ ഉറപ്പായിട്ടും അതിന് 2 കമ്പോണൻസ് ആക്കി സ്പ്ലിറ്റ് ചെയ്യാം അല്ലേ. അപ്പോൾ ഇതാ ഇങ്ങനെ ഒരു ടാൻജൻഷ്യൽ കമ്പോണൻറ്റും ഇതൊരു പെർപെൻഡിക്കുലർ കമ്പോണൻറ്റും. അപ്പോൾ നോക്കി, ഈ ടാൻജൻഷ്യൽ കമ്പോണൻ്റ് ഇവിടെ ഉള്ള കാരണം ഇപ്പോൾ ഇതിൽ ഒത്തിരി ഫ്രീ ഇലക്ട്രോൺസും പോസിറ്റീവ് അയോൺസും ഒക്കെ ഉണ്ട് അല്ലേ. അപ്പോൾ ഈ ഇലക്ട്രിക് ഫീൽഡ് ടാൻജൻഷ്യലായിട്ട് ഈ കമ്പോണൻ്റ് ഉള്ള കാരണം ഈ ചാർജസിൽ എന്ത് ഡെവലപ്പ് ചെയ്യുന്നത്? അതിലൊരു ഫോഴ്സ് ഡെവലപ്പ് ചെയ്യും. അപ്പോൾ ആ ഫോഴ്സിൻ്റെ ഫലമായിട്ട് പ്ലസ് ചാർജസ് ആണെങ്കിൽ ഈ ഡിറക്ഷനിൽ മൂവ് ചെയ്യും, മൈനസ് ചാർജസ് ആണെങ്കിൽ അതിന് ഓപ്പോസിറ്റായിട്ട് മൂവ് ചെയ്യും. അപ്പോൾ ചാർജ് മൂവ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? അവിടെ കറൻറ്റ് ഡെവലപ്പ് ചെയ്യും. അപ്പോൾ സ്റ്റാറ്റിക് കണ്ടീഷനിൽ അങ്ങനെ ഒരു കറണ്ടിനെ പറ്റി നമ്മൾ ചിന്തിക്കേണ്ട, അങ്ങനെ ഒരു സിറ്റുവേഷൻ പോസിബിൾ അല്ല. അപ്പോൾ ഓർത്തിരിക്കുക, സർഫസിന് നോർമലായിട്ടായിരിക്കും എപ്പോഴും ഇലക്ട്രിക് ഫീൽഡ് ആക്ട് ചെയ്യുന്നത്. അടുത്തത് മൂന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് ഇൻറ്റീരിയർ ഓഫ് എ കണ്ടക്ടറിൽ ദർ ഈസ് നോ എക്സസ് ചാർജ്. ഇൻസൈഡ് എ കണ്ടക്ടറിൽ എക്സസ് ചാർജിൻ്റെ വാല്യൂ എന്തായിരിക്കും? 0 ആയിരിക്കും. ഒരു കണ്ടക്ടറിന് ചാർജ് കൊടുത്തു കഴിഞ്ഞാൽ ഈ ചാർജ് എവിടെയാണ് റിസൈഡ് ചെയ്യുന്നത്, എവിടെയാണ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത്? ആ കണ്ടക്ടറിൻ്റെ ഔട്ടർ സർഫസിലാണ് ആ ചാർജ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത്. ഇൻറ്റീരിയറിൽ എക്സസ് ചാർജിൻ്റെ വാല്യൂ എന്തായിരിക്കും? 0 ആയിരിക്കും. അപ്പോൾ തേർഡ് പോയിൻ്റ് ഓർത്തിരിക്കുക, there is no excess charge. No excess charge in the interior. ഇൻറ്റീരിയറിൽ എക്സസ് ചാർജ് ഉണ്ടായിരിക്കുകയില്ല. ദെൻ ഫോർത്ത് പോയിൻ്റ് പറയുന്നത് ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ഈസ് കോൺസ്റ്റൻറ്റ് ത്രൂ ഔട്ട് ദ വോളിയം ഓഫ് ദ കണ്ടക്ടർ. ഇലക്ട്രിക് പൊട്ടൻഷ്യൽ നമ്മൾ പഠിച്ചു അല്ലേ. ഇലക്ട്രിക് പൊട്ടൻഷ്യൽ കോൺസ്റ്റൻ്റ് ആയിരിക്കും ത്രൂ ഔട്ട് ദ വോളിയം ഓഫ് ദ കണ്ടക്ടർ. അതായത് ഇൻസൈഡിലെ പോയിൻ്റ് എടുത്താലും അതേമാതിരി സർഫസിലൊരു പോയിൻ്റ് എടുത്താലും പൊട്ടൻഷ്യലിൻ്റെ വാല്യൂ എന്ത് തന്നെയായിരിക്കും? സെയിം തന്നെയായിരിക്കും. അപ്പോൾ പൊട്ടൻഷ്യൽ കോൺസ്റ്റൻ്റ് ആയിരിക്കും എന്നുള്ള കാര്യം ഓർത്തിരിക്കുക. അപ്പോൾ ഇലക്ട്രിക് പൊട്ടൻഷ്യൽ വി, പൊട്ടൻഷ്യലിന് സിമ്പിൾ നമ്മൾ കൊടുത്തത് വി ആയിരുന്നു. വി ഈസ് കോൺസ്റ്റൻ്റ് throughout the volume of the conductor. Throughout the volume of the conductor. പൊട്ടൻഷ്യൽ ഇൻസൈഡ് ആണെങ്കിലും സർഫസിലെ പോയിൻ്റ് എടുത്താലും പൊട്ടൻഷ്യൽ കോൺസ്റ്റൻ്റ് ആണെന്നുള്ള കാര്യം ഓർത്തിരിക്കുക. ദെൻ അടുത്ത പോയിൻ്റ്, ഫിഫ്ത്ത് പോയിൻ്റ് എന്ന് പറയുന്നത് സർഫസിൽ ഇലക്ട്രിക് ഫീൽഡ് നമ്മൾ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് ഏകദേശം σ/ε0 ഇൻറ്റു എൻ ക്യാപ്. എൻ ക്യാപ് എന്ന് പറയുന്ന ഒരു യൂണിറ്റ് വെക്ടറാണ് ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഡിറക്ഷൻ കാണിക്കാനുള്ള യൂണിറ്റ് വെക്ടർ. അപ്പോൾ സർഫസ്, ഒരു ചാർജ്ഡ് കണ്ടക്ടറിൻ്റെ സർഫസിൽ ഇലക്ട്രിക് ഫീൽഡിൻ്റെ വാല്യൂ എന്ന് പറയുന്നത്
വെക്റ്റർ ഇ ദറ്റ് ഈസ് ഈക്വൽ ടു സിഗ്മ ബൈ എപ്സിലോൺ 0 ഇൻറ്റു എൻ ക്യാപ്പ് എന്ന് പറഞ്ഞ് നമുക്ക് കൊടുക്കാവുന്നതാണ്. സിഗ്മ ബൈ എപ്സിലോൺ 0 ഇൻറ്റു എൻ ക്യാപ്പ്. അപ്പോൾ ഒരു ചാർജ്ഡ് കണ്ടക്ടറിൻ്റെ സർഫസിലെ ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഇക്വേഷൻ എങ്ങനെയാണ്? സിഗ്മ ബൈ എപ്സിലോൺ 0 എൻ ക്യാപ്പ്. എൻ ക്യാപ്പ് എന്ന് പറയുന്നത് ഒരു യൂണിറ്റ് വെക്ടറാന്നുള്ള കാര്യം ഓർത്തിരിക്കാം. അപ്പോൾ ഇത് കാണിക്കാനായിട്ട് നമുക്ക് സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാം. ഒരു കണ്ടക്ടർ കൺസിഡർ ചെയ്യാം. ആ കണ്ടക്ടറിൻ്റെ സർഫസിൽ ചാർജ് ഉണ്ടെന്ന് നമുക്കറിയാം. അതിൻ്റെ സർഫസിൽ ഒരു സ്മോൾ സിലിണ്ടറിക്കൽ, ഇപ്പോൾ ഒരു മരുന്ന് കുപ്പി മാതിരി ചെറിയൊരു സിലിണ്ടറിക്കൽ സർഫസ് നമ്മൾ കൺസിഡർ ചെയ്യുവാണ്, സിലിണ്ടറിക്കൽ ഷേപ്പിലുള്ള. അപ്പോൾ അതിൽ ചാർജ് ഇതാ കാണിച്ചിട്ടുണ്ട്, പ്ലസ് ചാർജാണ് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഉറപ്പായിട്ടും ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഡിറക്ഷൻ എന്ന് പറയുന്നത് പ്ലസ് ചാർജ് ആകുമ്പോൾ ഔട്ട്വേർഡ് ഡിറക്ഷൻ ആയിരിക്കും, ആണല്ലോ. ഇപ്പോൾ ഈ സിലിണ്ടറിൻ്റെ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ DS ആണെന്ന് വിചാരിച്ചോളൂ. അതേമാതിരി ചാർജ് ഡെൻസിറ്റി സിഗ്മ ആണെങ്കിൽ ഗോസസ് ലോ അപ്ലൈ ചെയ്ത്, ഗോസസ് ലോ എന്തായിരുന്നു? 5 ദറ്റ് ഈസ് ഈക്വൽ ടു 1/ε0 ഇൻറ്റു Q എന്നാണല്ലോ, അല്ലേ? അപ്പോൾ ഇവിടെ 5 എന്ന് പറയുന്നത് നമുക്ക് എന്തു കിട്ടും? ഈ ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി ഇൻറ്റു സർഫസ് ഏരിയ, അല്ലേ? അപ്പോൾ E ഇൻറ്റു DS ദറ്റ് ഈസ് ഈക്വൽ ടു 1/ε0 ഇൻറ്റു ചാർജിന് നമുക്ക് എന്ത് കൊടുക്കാം? സർഫസ് ചാർജ് ഡെൻസിറ്റി ഇൻറ്റു ഏരിയ. സർഫസ് ചാർജ് ഡെൻസിറ്റി എന്താ? സിഗ്മയാണ്. അപ്പോൾ സിഗ്മ ഇൻറ്റു ഏരിയ DS. അപ്പോൾ DS നമുക്ക് കട്ട് ചെയ്ത് കളയാം. അപ്പോൾ E ദറ്റ് ഈസ് ഈക്വൽ ടു സിഗ്മ ബൈ എപ്സിലോൺ 0. ഇൻ വെക്റ്റർ ഫോമിൽ നമുക്ക് കൊടുക്കാം സിഗ്മ ബൈ എപ്സിലോൺ 0 എൻ ക്യാപ്പ് എന്ന് പറഞ്ഞ് കൊടുക്കാം. ഇപ്പോൾ പ്ലസ് ചാർജ് ആണെങ്കിൽ ഔട്ട്വേർഡ് ഡിറക്ഷൻ പെർപെൻഡിക്കുലർ ആയിട്ട് വരും. മൈനസ് ചാർജ് ആണെങ്കിൽ ആ ചാർജിലേക്കായിരിക്കും ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഡിറക്ഷൻ. അപ്പോൾ മാഗ്നിറ്റ്യൂഡ് നമുക്ക് കൊടുക്കാം സിഗ്മ ബൈ എപ്സിലോൺ 0 എന്ന് പറഞ്ഞ് കൊടുക്കാം. വെക്ടറായിട്ട് കൊടുക്കുമ്പോൾ വെക്ടർ ഇ ദറ്റ് ഈസ് ഈക്വൽ ടു സിഗ്മ ബൈ എപ്സിലോൺ 0 എൻ ക്യാപ്പ്. ദ ലാസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് അത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇൻസൈഡ് ദ ക്യാവിറ്റി ഓഫ് എ ചാർജ്ഡ് കണ്ടക്ടർ ഇലക്ട്രിക് ഫീൽഡ് ഈസ് 0. അങ്ങനെ ഇൻസൈഡിൽ ഇലക്ട്രിക് ഫീൽഡ് വാനിഷ് ചെയ്യുന്ന ഫിനോമിന നമ്മൾ പറഞ്ഞ പേരെന്താണ്? ഇലക്ട്രോസ്റ്റാറ്റിക് ഷീൽഡിങ്. ഇലക്ട്രോസ്റ്റാറ്റിക് ഷീൽഡിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? വാനിഷിംഗ് ഓഫ് ഇലക്ട്രിക് ഫീൽഡ് ഇൻസൈഡ് ദ ക്യാവിറ്റി ഓഫ് എ കണ്ടക്ടർ. അപ്പോൾ ഒരു ചാർജ്ഡ് കണ്ടക്ടറിൻ്റെ ക്യാവിറ്റിയിൽ അവിടെ ചാർജ് ഉണ്ടാവില്ലല്ലോ, ചാർജ് സർഫസിൽ മാത്രമല്ലേ ഉള്ളൂ. അപ്പോൾ ഇൻസൈഡിൽ ചാർജ് ഇല്ല. അപ്പോൾ ഉറപ്പായിട്ട് ഇൻസൈഡിൽ ഇലക്ട്രിക് ഫീൽഡിൻ്റെ വാല്യൂ 0 ആയിരിക്കും. ആ ഫിനോമിനനാണ് ഇലക്ട്രോസ്റ്റാറ്റിക് ഷീൽഡിങ്. അപ്പോൾ ഇതാണ് നമ്മുടെ 6th പോയിന്റ് എന്ന് പറയുന്നത്. ഇലക്ട്രോസ്റ്റാറ്റിക് ഷീൽഡിങ്. ഇലക്ട്രോസ്റ്റാറ്റിക് ഷീൽഡിങ് അതായത് ഇൻസൈഡിൽ Q വാല്യൂ 0 ആണ്. therefore ഈ വാല്യൂ എന്തായിരിക്കും? 0 ആയിരിക്കും. ഇവിടെ ഇടുക. അപ്പോൾ ഇലക്ട്രോസ്റ്റാറ്റിക് ഷീൽഡിങ് ഓർത്തിരിക്കുക. നമ്മുടെ പ്രാക്ടിക്കൽ ലൈഫിൽ നമ്മൾ പറഞ്ഞിരുന്നു, ഇടിമിന്നലൊക്കെ ഉണ്ടാവുന്ന സമയത്ത് നമ്മൾ കാറിൻ്റെ ബസ്സിൻ്റെ ഒക്കെ അകത്താണെങ്കിൽ അതിനകത്ത് തന്നെ ഇരിക്കുന്നതാണ് സേഫ്. കാരണം ആ ചാർജ് എവിടെ മാത്രമേ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുള്ളൂ? ആ കാറിൻ്റെ ബോഡിയിൽ അല്ലെങ്കിൽ ആ ബസ്സിൻ്റെ ബോഡിയിൽ മാത്രമേ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുള്ളൂ. ഇൻസൈഡിൽ ചാർജ് 0 ആയിരിക്കും. അപ്പോൾ ഇലക്ട്രിക് ഫീൽഡിൻ്റെ വാല്യൂ 0 ആയിരിക്കും. ഇനി നമുക്ക് പറയാം, അതായത് ചില അപ്പാരറ്റസുകൾ, ചില ഇൻസ്ട്രുമെൻറ്റുകൾ, വളരെ സെൻസിറ്റീവായിട്ടുള്ള ഇൻസ്ട്രുമെൻറ്റുകൾ, അതായത് ഇലക്ട്രിക് ഫീൽഡിൻ്റെ പ്രസൻസിൽ അത് കേടായി പോകുന്ന ഇൻസ്ട്രുമെൻറ്റ്സ് ആണെങ്കിൽ അവരെ സൂക്ഷിച്ചു വെക്കാനായിട്ട് നമുക്ക് ഒരു ഹോളോ കണ്ടക്ടറിൻ്റെ അകത്ത് കീപ്പ് ചെയ്താൽ മതി. അപ്പോൾ ഈ കാര്യങ്ങൾ ഓർത്തിരിക്കാം. അപ്പോൾ നമ്മൾ പറഞ്ഞ പോയിന്റുകൾ ഏതൊക്കെയാണെന്ന് ഓർക്കുക. ഫസ്റ്റ് പോയിന്റ്, ഇൻസൈഡ് എ കണ്ടക്ടർ ഇലക്ട്രിക് ഫീൽഡിൻ്റെ വാല്യൂ 0 ആയിരിക്കും. സെക്കൻഡ് പോയിന്റ്, ഇലക്ട്രിക് ഫീൽഡ് സർഫസിന് എങ്ങനെയായിരിക്കും? പെർപെൻഡിക്കുലറായി അല്ലെങ്കിൽ നോർമലായിട്ടായിരിക്കും ആക്ട് ചെയ്യുന്നത്. തേർഡ് പോയിന്റ് എന്തായിരുന്നു? ദർ ഈസ് നോ എക്സസ് ചാർജ് ഇൻ ദ ഇൻറ്റീരിയർ ഓഫ് ദ കണ്ടക്ടർ. ദെൻ ഫോർത്ത് പോയിന്റ് എന്താണ്? ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ഈസ് എ കോൺസ്റ്റൻറ്റ് ത്രൂ ഔട്ട് ദ വോളിയം ഓഫ് ദ കണ്ടക്ടർ. ഇലക്ട്രിക് പൊട്ടൻഷ്യൽ കോൺസ്റ്റൻ്റ് ആയിരിക്കും, ഇൻസൈഡ് ആണെങ്കിലും സർഫസ് ആണെങ്കിലും. ഫിഫ്ത്ത് പോയിന്റ്, ആ സർഫസിലെ ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് സിഗ്മ ബൈ എപ്സിലോൺ 0 എൻ ക്യാപ്പ് എന്ന് പറഞ്ഞ് നമുക്ക് കൊടുക്കാം. ദെൻ സിക്സ്ത് പോയിന്റ്, ലാസ്റ്റ് പോയിന്റ് എന്താണ്? ഇലക്ട്രോസ്റ്റാറ്റിക് ഷീൽഡിങ് പറഞ്ഞത് അല്ലേ? ഇൻസൈഡ് ദ ക്യാവിറ്റിയിൽ
ഒരു കണ്ടക്ടറിൻ്റെ ചാർജ് കണ്ടക്ടറിൻ്റെ ക്യാവിറ്റിയിൽ ചാർജ് 0 ആയിരിക്കും. അപ്പോൾ ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാവില്ല. അങ്ങനെ ഇലക്ട്രിക് ഫീൽഡ് വാനിഷ് ചെയ്യുന്ന ആ ഫിനോമിന പറയുന്ന പേരാണ് ഇലക്ട്രോസ്റ്റാറ്റിക് ഷീൽഡിങ്. അപ്പോൾ നമ്മൾ ഈ പറഞ്ഞ ഈ പോയിന്റുകളൊക്കെ ചേർത്ത് നമുക്ക് ജസ്റ്റ് ഒരു ഫിഗർ വരയ്ക്കുവാണെങ്കിൽ ഈ പോയിന്റുകളെ ഓരോ ഫിഗറിൽ നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുമ്പോൾ ആ ഫിഗർ നമുക്ക് ഇങ്ങനെ കിട്ടുന്നത്. അതായത് ഇതിപ്പോൾ നമ്മുടെ ഒരു കണ്ടക്ടറാണെന്ന് വിചാരിച്ചോ, ഏതെങ്കിലും ഒരു ഷേപ്പുള്ളൊരു കണ്ടക്ടർ. അപ്പോൾ അതിൻ്റെ ഇൻസൈഡിൽ ഇയുടെ വാല്യൂ 0 അല്ലേ. ഫസ്റ്റ് പോയിന്റ് നമ്മൾ അങ്ങനെയാണ് പറഞ്ഞത്. ദെൻ അടുത്ത പോയിന്റ് എങ്ങനെയാണ്? ഇലക്ട്രിക് ലൈൻസ് ഓഫ് ഫോഴ്സ് എങ്ങനെയായിരിക്കും? പെർപെൻഡിക്കുലർ ആണല്ലോ. ഇപ്പോൾ പ്ലസ് ചാർജ് ആണെങ്കിൽ നമുക്ക് എങ്ങനെ റെപ്രസെൻ്റ് ചെയ്യാം? സർഫസിന് പെർപെൻഡിക്കുലറായിട്ട് ഇലക്ട്രിക് ലൈൻസ് ഓഫ് ഫോഴ്സ് ആക്ട് ചെയ്യുന്നു. സർഫസിന് പെർപെൻഡിക്കുലർ. നേരെ മറിച്ച് അതിൽ നെഗറ്റീവ് ചാർജസ് ആണ് ഉള്ളതെങ്കിൽ സർഫസിന് പെർപെൻഡിക്കുലർ, പക്ഷേ അത് എങ്ങനെയായിരിക്കും? ആ നെഗറ്റീവ് ചാർജിലേക്ക് ഡിറക്റ്റ് ചെയ്യുന്ന രീതിയിലായിരിക്കും ഇലക്ട്രിക് ലൈൻസ് ഓഫ് ഫോഴ്സ് ആക്ട് ചെയ്യുന്നത്. പ്ലസ് ചാർജ് ആണെങ്കിൽ ഔട്ട്വേർഡ് ഡിറക്ഷൻ. ദെൻ അടുത്ത പോയിന്റ് നമുക്ക് ദർ ഇസ് നോ എക്സസ് ചാർജ് ഇൻ ദ ഇൻറ്റീരിയർ ഓഫ് ദ കണ്ടക്ടർ എന്ന് പറഞ്ഞു. അതേമാതിരി ചാർജ് ഇല്ല എങ്കിൽ എന്താണ് സംഭവിക്കുന്നത്? ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാവില്ല, ഇലക്ട്രോസ്റ്റാറ്റിക് ഷീൽഡിങ്. അപ്പോൾ 3-ാമത്തെയും 6-ാമത്തെയും പോയിന്റിനെ ഒരുമിച്ച് ചേർത്ത് നമുക്ക് കൊടുക്കാം. അതായത് ഒരു കണ്ടക്ടറിൻ്റെ ക്യാവിറ്റി, അതായത് ക്യാവിറ്റി അല്ലെങ്കിൽ ആ ഹോളോ പോർഷനാണെന്ന് വിചാരിച്ചോ, അവിടെ ഇൻസൈഡിൽ ചാർജിൻ്റെ വാല്യൂ എന്തായിരിക്കും? ക്യൂ വാല്യൂ 0 ആയിരിക്കും. അതായത് ചാർജ് ഡെൻസിറ്റി വാല്യൂ 0 ആയിരിക്കും. അപ്പോൾ ഇലക്ട്രിക് ഫീൽഡിൻ്റെ വാല്യൂ എന്തായിരിക്കും? ഇലക്ട്രിക് ഫീൽഡ് 0 ആയിരിക്കും. അപ്പോൾ ചാർജ് എവിടെ മാത്രമേ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യപ്പെടുന്നുള്ളൂ? ആ കണ്ടക്ടറിൻ്റെ ഔട്ടർ സർഫസിൽ മാത്രമേ ചാർജ് ഉണ്ടാവുകയുള്ളൂ. ദെൻ അടുത്തത് നമ്മുടെ ഫോർത്ത് പോയിന്റിൽ നമ്മൾ എന്താ പറയുന്നത്? പൊട്ടൻഷ്യൽ ഈസ് കോൺസ്റ്റൻറ്റ് ത്രൂ ഔട്ട് ദ വോളിയം ഓഫ് ദ കണ്ടക്ടർ. അപ്പോൾ അത് നമ്മുടെ ഒരു കണ്ടക്ടർ ആണെങ്കിൽ ഇപ്പോൾ സർഫസിലൊരു പോയിന്റിലെ പൊട്ടൻഷ്യൽ ഇപ്പോൾ V0 ആണെങ്കിൽ ഇൻസൈഡിലും ഒരു പോയിന്റിലെ പൊട്ടൻഷ്യൽ എന്ത് തന്നെയായിരിക്കും? V0 തന്നെ ആയിരിക്കും. ഈ ഫിഗറിൽ തന്നെ നമുക്ക് അടുത്ത ഇക്വേഷൻ കൂടി റെപ്രസെൻ്റ് ചെയ്യാം. ഏതാണ്? ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഇക്വേഷൻ വെക്റ്റർ E ദറ്റ് ഈസ് ഈക്വൽ ടു σ/ε0 n ക്യാപ്പ്. അപ്പോൾ നമ്മൾ ഈ പഠിച്ച ഈ 6 പോയിന്റുകളും ഈ 4 ഫിഗറിലേക്ക് നമ്മൾ ഒരുമിച്ച് ചേർത്ത് കാണിച്ചിരിക്കുന്നു. ഫസ്റ്റ് പോയിന്റ് ഇൻസൈഡ് എ കണ്ടക്ടർ ഇലക്ട്രിക് ഫീൽഡ് ഈസ് 0. ഫസ്റ്റ് ഫിഗർ കാണിക്കുന്നു. സെക്കൻഡ് പ്രോപ്പർട്ടി ഇലക്ട്രിക് ഫീൽഡ് സർഫസിന് പെർപെൻഡിക്കുലർ ആയിരിക്കും. അതോടൊപ്പം തന്നെ ഫിഫ്ത്തിൽ ഇക്വേഷൻ കൊടുത്തിട്ടുണ്ട് σ/ε0 n ക്യാപ്പ്. അത് നമ്മുടെ സെക്കൻഡ് ഫിഗറിൽ കാണിച്ചിട്ടുണ്ട്. സർഫസിന് നോർമലായിട്ട് ആക്ട് ചെയ്യുന്നു. അതേമാതിരി ഇക്വേഷനും. ദെൻ തേർഡ് പോയിന്റ് പറഞ്ഞത് എന്താണ്? ദർ ഇസ് നോ എക്സസ് ചാർജ് ഇൻ ദ ഇൻറ്റീരിയർ. ആൻഡ് 6th വൺ ഇലക്ട്രോസ്റ്റാറ്റിക് ഷീൽഡിങ്. അതാണിതാ ഇവിടെ ക്യാവിറ്റിയിൽ ചാർജ് 0 ആയിരിക്കും. അതായത് സർഫസ് ചാർജ് ഡെൻസിറ്റി 0 ആണ്. അപ്പോൾ ഇലക്ട്രിക് ഫീൽഡ് 0. ഈ ഫിനോമിനാണ് ഇലക്ട്രോസ്റ്റാറ്റിക് ഷീൽഡിങ്. ദെൻ ഫോർത്ത് പോയിന്റ് പൊട്ടൻഷ്യൽ സെയിം ആയിരിക്കും അല്ലേ. ഇൻസൈഡിലെ പോയിന്റ് ആണെങ്കിലും സർഫസിലെ പോയിന്റ് ആണെങ്കിലും പൊട്ടൻഷ്യൽ എന്തായിരിക്കും? കോൺസ്റ്റൻ്റ് ആയിരിക്കും. ഇനി നമുക്ക് ഡൈലക്ട്രിക്സ് ആൻഡ് പോളറൈസേഷൻ എന്താണെന്ന് നോക്കാം. ഡൈലക്ട്രിക്സ് എന്താണെന്ന് ചെറിയൊരു ഐഡിയ നമുക്ക് കഴിഞ്ഞ ചാപ്റ്ററിൽ പഠിച്ചിട്ടുണ്ട്. ഡൈലക്ട്രിക്സ് എന്ന് പറയുന്നത് പ്രധാനമായിട്ടും നോൺ കണ്ടക്റ്റിംഗ് സബ്സ്റ്റൻസ് ആണ്. നമുക്ക് പഠിക്കാനുള്ളത് 2 ടൈപ്പ് ഡൈലക്ട്രിക്സ് ആണ്, പോളാർ ആൻഡ് നോൺ പോളാർ ഡൈലക്ട്രിക്സ്. അപ്പോൾ നമ്മൾ എന്തായിരുന്നു പഠിച്ചതെന്ന് ഓർക്കുക. പോളാർ ആൻഡ് നോൺ പോളാർ ഡൈലക്ട്രിക്സ്. പോളാർ മോളിക്യൂൾസ് അല്ലെങ്കിൽ നോൺ പോളാർ മോളിക്യൂൾസ് പ്രത്യേകത എന്തായിരുന്നു? പോളാർ ആണെങ്കിൽ പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് സെൻറ്റേഴ്സ് ഓഫ് ചാർജസ് വെൽ സെപ്പറേറ്റഡ് ആയിരിക്കും. അപ്പോൾ അവർക്ക് ഒരു പെർമനൻറ്റ് ഡൈപോൾ മൊമെൻറ്റ് ഉണ്ടായിരിക്കും. നോൺ പോളാർ ആണെങ്കിൽ എന്തായിരുന്നു പ്രത്യേകത? പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് സെൻറ്റേഴ്സ് ഓഫ് ചാർജസ് കോയിൻസൈഡ് ചെയ്തിരിക്കും. അവർക്ക് 0 ഡൈപോൾ മൊമെൻ്റ് ആയിരിക്കും ഉള്ളത്. പോളാറിന് എക്സാമ്പിൾ എന്തൊക്കെയായിരുന്നു? പോളാർ മോളിക്യൂൾസിന് വാട്ടർ അല്ലേ, HCl, ആൽക്കഹോൾ, ഇതൊക്കെ പോളാർ മോളിക്യൂൾസിന് എക്സാമ്പിൾസാണ്. നോൺ പോളാറിന് എക്സാമ്പിൾ നമ്മൾ പറയുന്നത് ഓക്സിജൻ, ഹൈഡ്രജൻ, നൈട്രജൻ എക്സെട്ര. അപ്പോൾ നോക്കിക്കേ, പോളാർ ആണെങ്കിൽ, പോളാർ മോളിക്യൂൾസ് ആണെങ്കിൽ നമുക്ക് റെപ്രസെൻ്റ് ചെയ്യാം. പോളാർ മോളിക്യൂൾസിൻ്റെ കേസിൽ പോസിറ്റീവ് ആൻഡ്
നെഗറ്റീവ് സെൻറ്റേഴ്സ് ഓഫ് ചാർജസ് വെൽ സെപ്പറേറ്റഡ് ആയിരിക്കും. ഇപ്പം നെഗറ്റീവ് പോസിറ്റീവ്, പോസിറ്റീവ് നെഗറ്റീവ്. ഇപ്പോൾ പോളാർ മോളിക്യൂൾസിൻ്റെ കേസിൽ ഇപ്പോൾ എക്സ്റ്റേണലി ഫീൽഡ് ഒന്നും നമ്മൾ അപ്ലൈ ചെയ്യുന്നില്ല എങ്കിലും അതിൻ്റെ പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് സെൻറ്റേഴ്സ് ഓഫ് ചാർജസ് തമ്മിൽ കണ്ട ഒരു സെപ്പറേഷൻ ഉണ്ടായിരിക്കും. അപ്പോൾ അവർക്കൊരു പെർമനൻറ്റ് ഡൈപോൾ മൊമെൻറ്റ് ഉണ്ടായിരിക്കും ഇലക്ട്രിക് ഫീൽഡ് ഇല്ല എങ്കിലും. നേരെ മറിച്ച് ഇലക്ട്രിക് ഫീൽഡ് ഉണ്ട് എങ്കിൽ, അതായത് ഇലക്ട്രിക് ഫീൽഡ് നോട്ട് ഈക്വൽ ടു 0 ആണെങ്കിൽ ഇവരുടെ അലൈൻമെൻറ്റ് ആ ഇലക്ട്രിക് ഫീൽഡിൻ്റെ ആ ഡിറക്ഷൻ ആയിരിക്കും പ്ലസ് ചാർജസ് ഫീൽഡിൻ്റെ അതേ ഡിറക്ഷനിലും മൈനസ് ചാർജസ് ഓപ്പോസിറ്റായിട്ടും വരുന്നത്. ഇപ്പോൾ ഫീൽഡ് ഈ ഡിറക്ഷനിലാണ് ആക്ട് ചെയ്യുന്നതെങ്കിൽ, ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഡിറക്ഷൻ അങ്ങോട്ട് ആണെങ്കിൽ ഈ എൻഡുകളിൽ എല്ലാവരുടെയും ഈ റൈറ്റ് എൻഡിൽ പോസിറ്റീവുകൾ വന്നോളും, ലെഫ്റ്റ് എൻഡിൽ നെഗറ്റീവ്. അപ്പോൾ ഇലക്ട്രിക് ഫീൽഡ് ഇല്ല എങ്കിലും ഇലക്ട്രിക് ഫീൽഡ് ഉണ്ട് എങ്കിലും നമ്മുടെ പോളാർ മോളിക്യൂൾസിൻ്റെ പ്രത്യേകത ഓർക്കുക, പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് സെൻറ്റേഴ്സ് ഓഫ് ചാർജസ് തമ്മിലൊരു സെപ്പറേഷൻ ഉണ്ടായിരിക്കും. ഇവർക്കൊരു പെർമനൻറ്റ് ഡൈപോൾ മൊമെൻറ്റ് ഉണ്ടായിരിക്കും. ഓർത്തിരിക്കണേ. അതിന് എക്സാമ്പിൾ, ബെസ്റ്റ് എക്സാമ്പിളാണ് നമ്മുടെ വാട്ടർ, HCl എക്സെട്ര. ഓർത്തിരിക്കും. നേരെ മറിച്ച് നോൺ പോളാർ മോളിക്യൂൾസ് ആണെങ്കിൽ, നോൺ പോളാർ മോളിക്യൂൾസ് ആണെങ്കിൽ ഇപ്പോൾ ഇലക്ട്രിക് ഫീൽഡ് ഇല്ലാത്ത കേസ് എങ്ങനെയാണെന്ന് നോക്കാം. ഇലക്ട്രിക് ഫീൽഡ് 0 ആണെങ്കിൽ എന്താ പറഞ്ഞത്, അവരുടെ പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് സെൻറ്റേഴ്സ് ഓഫ് ചാർജസ് കോയിൻസൈഡ് ചെയ്തിരിക്കും. പോസിറ്റീവും നെഗറ്റീവും ഒറ്റ പോയിന്റിൽ തന്നെ. അപ്പോൾ അവർ തമ്മിൽ സെപ്പറേഷൻ ഇല്ല. അപ്പോൾ അവർക്ക് ഒരു ഡൈപോൾ മൊമെൻറ്റ് ഉണ്ടായിരിക്കുകയില്ല ഇലക്ട്രിക് ഫീൽഡ് ഇല്ല എങ്കിൽ. ഇനി ഈ നോൺ പോളാർ മോളിക്യൂൾസിനെ വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, പോളാറാക്കാം. പോളാറാക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, എക്സ്റ്റേണലി ഒരു ഇലക്ട്രിക് ഫീൽഡ് അപ്ലൈ ചെയ്യണം. അതായത് ഒരു എക്സ്റ്റേണൽ ആയിട്ടുള്ള ഇലക്ട്രിക് ഫീൽഡിൻ്റെ പ്രസൻസിൽ ഈ കോയിൻസൈഡ് ചെയ്തിരിക്കുന്ന പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് സെൻറ്റേഴ്സ് ഓഫ് ചാർജസ് സെപ്പറേറ്റ് ചെയ്യും. പോസിറ്റീവ് ചാർജസ് എങ്ങോട്ട് മൂവ് ചെയ്യും, ഫീൽഡിൻ്റെ അതേ ഡിറക്ഷനിലും. നെഗറ്റീവ് ചാർജസ് ഫീൽഡിന് ഓപ്പോസിറ്റ് ഡിറക്ഷനിലും മൂവ് ചെയ്യും. അപ്പോൾ അവർ തമ്മിലൊരു ചെറിയൊരു സെപ്പറേഷൻ ഉണ്ടായി. അപ്പോൾ അവർക്കൊരു ഡൈപോൾ ലെങ്ത് ഉണ്ടായി. അങ്ങനെ അവർക്കൊരു ഡൈപോൾ മൊമെൻറ്റ് കിട്ടി. അങ്ങനെ കിട്ടുന്ന ഡൈപോൾ മൊമെൻറ്റിന് പറയുന്ന പേരാണ് ഇൻഡ്യൂസ്ഡ് ഡൈപോൾ മൊമെൻറ്റ്. ഇൻഡ്യൂസ്ഡ് ഡൈപോൾ മൊമെൻറ്റ്. അപ്പോൾ ഇലക്ട്രിക് ഫീൽഡിൻ്റെ പ്രസൻസിൽ നടക്കുന്ന പരിപാടി എന്താണെന്ന് നോക്കാം. ഇലക്ട്രിക് ഫീൽഡ് ഈ ഡിറക്ഷനിലാണ് ആക്ട് ചെയ്യുന്നതെങ്കിൽ ആ കോയിൻസൈഡ് ചെയ്തിരിക്കുന്ന പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് സെൻറ്റേഴ്സ് ഓഫ് ചാർജസ് സെപ്പറേറ്റ് ചെയ്യും. പതുക്കെ മൂവ് ചെയ്യും. പോസിറ്റീവ് ചാർജസുകൾ ഫീൽഡിൻ്റെ അതേ ഡിറക്ഷനിൽ മൂവ് ചെയ്യും, നെഗറ്റീവുകൾ ഓപ്പോസിറ്റ് ഡിറക്ഷനിൽ മൂവ് ചെയ്യും. അപ്പോൾ അങ്ങനെ ഈ നോൺ പോളാർ മോളിക്യൂൾസിന് ചെറിയൊരു ഡൈപോൾ മൊമെൻറ്റ് കിട്ടും ഇലക്ട്രിക് ഫീൽഡ് അപ്ലൈ ചെയ്താൽ. ആ ഡൈപോൾ മൊമെൻറ്റിന് പറയുന്ന പേരാണ് ഇൻഡ്യൂസ്ഡ് ഡൈപോൾ മൊമെൻറ്റ്. അപ്പോൾ നോക്കിക്കേ, ദാ ഇവിടെ ഈ ലെഫ്റ്റ് എൻഡിൽ നെഗറ്റീവുകൾ മാത്രമായിട്ടാണ് വരുന്നത്, ഈ എൻഡിൽ പോസിറ്റീവുകൾ മാത്രമായിട്ട് വരുന്നു. ഇവിടെ കിട്ടിയോ? ഇതിന് എക്സാമ്പിൾ നമുക്ക് കൊടുക്കാവുന്നത് ഹൈഡ്രജൻ, ഓക്സിജൻ, നൈട്രജൻ എക്സെട്ര. അപ്പോൾ പോളാർ ആൻഡ് നോൺ പോളാർ മോളിക്യൂൾസ് എന്താണെന്ന് മനസ്സിലായി കാണുമല്ലോ. പോളാർ മോളിക്യൂൾസ് ആണെങ്കിൽ പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് സെൻറ്റേഴ്സ് ഓഫ് ചാർജസ് തമ്മിൽ ഒരു സെപ്പറേഷൻ ഉണ്ട്, പെർമനൻ്റ് ആയിട്ട് ഡൈപോൾ മൊമെൻ്റ് ഉണ്ട്. ഓർത്തിരിക്കുക. അതിന് എക്സാമ്പിളും ഓർത്തിരിക്കുക. വാട്ടർ ആട്ടെ വളരെ എളുപ്പത്തിൽ നമുക്ക് ഓർത്തിരിക്കാൻ പറ്റിയ കേസ്.
ദെൻ നോൺ പോളാറിൻ്റെ കേസ് ആണെങ്കിൽ പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് സെൻറ്റേഴ്സ് ഓഫ് ചാർജസ് കോയിൻസൈഡ് ചെയ്തിരിക്കും. അപ്പോൾ ഡൈപോൾ ലെങ്ത് ഇല്ല, അപ്പോൾ ഉറപ്പായിട്ടും ഡൈപോൾ മൊമെൻറ്റും ഇല്ല. ഈ നോൺ പോളാറിന് വേണമെങ്കിൽ നമുക്ക് പോളാർ ആക്കാം. എങ്ങനെ? ഒരു ഇലക്ട്രിക് ഫീൽഡ് നമ്മൾ അപ്ലൈ ചെയ്താൽ മതി. അപ്പോൾ ഇലക്ട്രിക് ഫീൽഡിൻ്റെ പ്രസൻസിൽ ആ പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് സെൻറ്റേഴ്സ് ഓഫ് ചാർജസ് ഇങ്ങനെ പതുക്കെ മൂവ് ചെയ്യും. പോസിറ്റീവ് ചാർജസ് ഫീൽഡിൻ്റെ അതേ ഡിറക്ഷനിലും നെഗറ്റീവ് ചാർജസ് ഓപ്പോസിറ്റ് ഡിറക്ഷനിലും. അപ്പോൾ അവർ തമ്മിൽ ചെറിയൊരു സെപ്പറേഷൻ വന്നു. അങ്ങനെ അവർക്കൊരു ഡൈപോൾ മൊമെൻറ്റ് കിട്ടി. ആ ഡൈപോൾ മൊമെൻറ്റിന് പറയുന്ന പേരാണ് എന്ത്? ഇൻഡ്യൂസ്ഡ് ഡൈപോൾ മൊമെൻറ്റ്. അങ്ങനെ കിട്ടുന്ന ആ ഡൈപോൾ മൊമെൻറ്റ് പെർ യൂണിറ്റ് വോളിയം അതിനെ പറയുന്നതാണ് പേര് ഇലക്ട്രിക് പോളറൈസേഷൻ. അതിന് കൊടുക്കുന്ന സിമ്പൽ പി തന്നെയാണ്. അപ്പോൾ ഡൈപോൾ മൊമെൻറ്റ് പെർ യൂണിറ്റ് വോളിയം, ഡൈപോൾ മൊമെൻറ്റ് പെർ യൂണിറ്റ് വോളിയം അതിനെയാണ് പറയുന്നത് പോളറൈസേഷൻ, ഇലക്ട്രിക് പോളറൈസേഷൻ. അപ്പോൾ പി ദറ്റ് ഈസ് ഈക്വൽ ടു എ കോൺസ്റ്റൻറ്റ് ഇൻറ്റു ഇലക്ട്രിക് ഫീൽഡിൻ്റെ സ്ട്രെങ്ത്ത്. ആ കോൺസ്റ്റൻറ്റിന് പറയുന്ന പേര് ഇലക്ട്രിക് സസെപ്റ്റിബിലിറ്റി, ഇലക്ട്രിക് സസെപ്റ്റിബിലിറ്റി. അപ്പോൾ ആ പോളറൈസേഷൻ എന്തിന് പ്രപ്പോർഷണൽ ആയിരിക്കും? ആ ഫീൽഡിൻ്റെ സ്ട്രെങ്ത്തിന് പ്രപ്പോർഷണൽ ആയിരിക്കും. ഓർത്തിരിക്കാം. അടുത്തത് ഇങ്ങനെ നമുക്കൊരു ഡൈലക്ട്രിക് സ്ലാബ് അല്ലെങ്കിൽ ഡൈലക്ട്രിക് മീഡിയം രണ്ട് പാരലൽ പ്ലേറ്റുകൾക്ക് ഇടയ്ക്ക് വെച്ച് കഴിഞ്ഞാൽ അവിടെ എന്ത് സംഭവിക്കുമെന്ന് നോക്കാം. നമ്മൾ പഠിച്ചു, കഴിഞ്ഞ ചാപ്റ്ററിൽ പഠിച്ചു, പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് ചാർജസ് ഉള്ള രണ്ട് ഷീറ്റുകൾ, രണ്ട് പ്ലേറ്റുകൾ പാരലാക്കി വെച്ച് കഴിഞ്ഞാൽ ഉള്ള പ്രത്യേകത എന്താ? അവിടെ 3 റീജിയൻസ് ഉണ്ടാവും അല്ലേ? ഫസ്റ്റ് റീജിയൻ ആൻഡ് തേർഡ് റീജിയനിൽ ഇലക്ട്രിക് ഇൻറ്റൻസിറ്റി ഇയുടെ വാല്യൂ എന്തായിരിക്കും? 0 ആയിരിക്കും. പഠിച്ചതാണ് ഫസ്റ്റ് ചാപ്റ്ററിൽ അല്ലേ? ദെൻ ഇൻ്റർമീഡിയറ്റ് റീജിയനിലാണ് ഇലക്ട്രിക് ഇൻറ്റൻസിറ്റി ഉള്ളൂ. അതിൻ്റെ വാല്യൂ എന്തായിരുന്നു നമുക്ക് കിട്ടിയത്? E ഈക്വൽസ് σ/ε0 എന്നായിരുന്നു അല്ലേ? ഇപ്പോൾ നോക്കിക്കേ, നമ്മുടെ ഡൈലക്ട്രിക് സ്ലാബാണ് അല്ലെങ്കിൽ ഡൈലക്ട്രിക് മീഡിയം ആണ് അല്ലെങ്കിൽ നോൺ പോളാർ മോളിക്യൂൾ ആണ് അവിടെ വെച്ചിരിക്കുന്നതെന്ന് വിചാരിക്കുക. ഇത് പ്ലസ് ചാർജുള്ള ഷീറ്റ്, ഇത് മൈനസ് ചാർജുള്ള ഷീറ്റ്. അപ്പോൾ ഇടയ്ക്ക് നമ്മൾ വെച്ചിരിക്കുന്ന മീഡിയം ഡൈലക്ട്രിക് മീഡിയം ആണ്, നോൺ പോളാർ ആണ്. അപ്പോൾ നോക്കൂ, ഇലക്ട്രിക് ഫീൽഡ് എക്സ്റ്റേണൽ ഫീൽഡിനെ കാണിക്കാം. E0 ആണ് ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഡിറക്ഷൻ. ഇങ്ങോട്ടാണ് ഇലക്ട്രിക് ഫീൽഡ് ഡിറക്റ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഫലമായിട്ട് പ്ലസ് ചാർജ് ഉണ്ട്, അങ്ങോട്ടല്ല ഫീൽഡിൻ്റെ ഡിറക്ഷൻ. അപ്പോൾ പ്ലസ് ചാർജുകളൊക്കെ റൈറ്റ് എൻഡിലേക്ക് വന്നു. മൈനസുകളൊക്കെ ലെഫ്റ്റ് എൻഡിലേക്ക് വന്നു. ആണല്ലോ. അപ്പോൾ നോക്കൂ, ഇത് എക്സ്റ്റേണൽ ഫീൽഡിൻ്റെ ഡിറക്ഷൻ അങ്ങോട്ട്. ഇവിടെ നോക്കൂ, ഇവിടെ ഫ്രീ ആയിട്ട് പോസിറ്റീവ് വന്നു, ഇവിടെ ഫ്രീ ആയിട്ട് നെഗറ്റീവുകൾ വന്നു. അപ്പോൾ ഉറപ്പായിട്ടും ഇതിനകത്ത് ആ ഡൈലക്ട്രിക് സ്ലാബിനകത്ത് ഒരു ഇലക്ട്രിക് ഫീൽഡ് ഡെവലപ്പ് ചെയ്യൂലേ? അത് എങ്ങനെയായിരിക്കും ഡിറക്ഷൻ? പോസിറ്റീവിൽ നിന്ന് നെഗറ്റീവിലേക്ക്. അപ്പോൾ ഇലക്ട്രിക് ഫീൽഡ് ഡ്യൂ ടു പോളറൈസേഷൻ. അപ്പോൾ EP എന്ന് പറഞ്ഞു കൊടുക്കുക, അതിൻ്റെ ഡിറക്ഷൻ ഇങ്ങോട്ടായിരിക്കും. അപ്പോൾ ആ ഇൻസൈഡിൽ നെറ്റ് ഇലക്ട്രിക് ഫീൽഡിൻ്റെ വാല്യൂ എന്തായിരിക്കും? ആ രണ്ട് പ്ലേറ്റുകളുടെ ഇടയ്ക്ക് ഇലക്ട്രിക് ഫീൽഡിൻ്റെ വാല്യൂ E എന്ന് പറയുന്നത് എന്തായിരിക്കും? ആ എക്സ്റ്റേണൽ ഫീൽഡിൻ്റെ വാല്യൂ മൈനസ് ആ ഡൈലക്ട്രിക് മീഡിയത്തിൻ്റെ ഇൻസൈഡിൽ പോളറൈസേഷൻ മൂലമുള്ള ഫീൽഡിൻ്റെ വാല്യൂ ആണല്ലോ. അപ്പോൾ ഈ പോളറൈസേഷൻ മൂലമുള്ള ചാർജ്, സർഫസ് ചാർജ് ഡെൻസിറ്റി σp എന്ന് പറഞ്ഞ് റെപ്രസെൻ്റ് ചെയ്യാം. ഇത് മൈനസ് ചാർജ് ആണെങ്കിൽ മൈനസ് σp, ഇത് പ്ലസ് σp. അല്ലെങ്കിൽ സർഫസ് ചാർജ് ഡെൻസിറ്റി σp ആയിരുന്നു. അപ്പോൾ നമുക്ക് ഇക്വേഷൻ കൊടുക്കുമ്പം എങ്ങനെ വരുന്നത്? E ഈക്വൽസ് E0. ഇവിടെ ജനറലായിട്ടുള്ള ഇക്വേഷൻ കൊടുക്കാം, σ/ε0. മീഡിയം വയ്ക്കുമ്പോൾ, പോളറൈസേഷൻ സംഭവിക്കുമ്പോൾ ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി, ഇലക്ട്രിക് ഫീൽഡ് ഡ്യൂ ടു പോളറൈസേഷൻ EP നമുക്ക് എങ്ങനെ കൊടുക്കാം? σp/ε0. ദാറ്റ് ഈസ് E, ദാറ്റ് ഈസ് ഈക്വൽ ടു σ/ε0
എപ്സിലോൺ 0 എന്നുള്ളത് നമുക്ക് കോമൺ ആയിട്ട് എടുക്കാം. ഇപ്പോൾ ന്യൂമറേറ്ററിൽ എന്താ വരുന്നത്? സിഗ്മ മൈനസ് സിഗ്മ പി. ഇതിൽ നിന്ന് നമുക്കൊരു കാര്യം മനസ്സിലാക്കാം. എന്താണ്? ആ നെറ്റ് ഫീൽഡിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് എന്ത് ചെയ്തു? സിഗ്മ ബൈ എപ്സിലോൺ 0 എന്നുള്ളത് സിഗ്മ മൈനസ് സിഗ്മ പി ബൈ എപ്സിലോൺ 0 ആയിട്ട് മാറി. അതായത് ഡൈലക്ട്രിക് ഫീൽഡിൻ്റെ വാല്യൂ റെഡ്യൂസ് ചെയ്തു. ഡൈലക്ട്രിക് ഫീൽഡ് കുറഞ്ഞു എന്നുള്ളൊരു കാര്യം ഓർത്തിരിക്കുക. കിട്ടിയല്ലോ. ഇവിടെ മറ്റൊരു ടേമും കൂടി നമുക്ക് ഓർക്കാം. ഫസ്റ്റ് ചാപ്റ്ററിൽ നമ്മൾ പറഞ്ഞ ടേമാണ്, അതായത് റിലേറ്റീവ് പെർമിറ്റിവിറ്റി അല്ലെങ്കിൽ ഡൈലക്ട്രിക് കോൺസ്റ്റൻറ്റ് അല്ലേ. ആ ഡൈലക്ട്രിക് കോൺസ്റ്റൻറ്റിന് നമ്മൾ കൊടുത്ത സിമ്പൽ കെ എന്നുള്ള സിമ്പൽ യൂസ് ചെയ്യാറുണ്ട്, അല്ലെങ്കിൽ റിലേറ്റീവ് പെർമിറ്റിവിറ്റി എപ്സിലോൺ ആർ എന്നുള്ള സിമ്പലും യൂസ് ചെയ്യാറുണ്ട് ആണല്ലോ. അപ്പോൾ ആ ഡൈലക്ട്രിക് കോൺസ്റ്റൻറ്റിന് വേണമെങ്കിൽ ഇങ്ങനെ ഒരു ഇക്വേഷൻ കൊടുക്കാം. കെ ദാറ്റ് ഈസ് ഈക്വൽ ടു E0 ഡിവൈഡഡ് ബൈ ഇ എന്ന് പറഞ്ഞ് നമുക്ക് കൊടുക്കാം ആണല്ലോ. അപ്പോൾ E0 എന്ന് പറയുന്നത് എന്താണ്? ആ ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി. ഇ എന്ന് പറയുന്നത് എന്താണ്? ഡൈലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി ഡ്യൂ ടു പോളറൈസേഷൻ. അപ്പോൾ ഉറപ്പായിട്ടും E0 ആണ് വലുത്, ഇ കുറവായിരിക്കും, സ്മോൾ ആയിരിക്കും. അപ്പോൾ ഉറപ്പായിട്ടും കെ വാല്യൂ ഗ്രേറ്റർ ദാൻ 1 ആയിരിക്കും. അപ്പോൾ ഡൈലക്ട്രിക് കോൺസ്റ്റൻറ്റിൻ്റെ വാല്യൂ ഏത് മീഡിയം ആണെങ്കിലും ഗ്രേറ്റർ ദാൻ 1 ആയിരിക്കും. എയറിൻ്റെ കേസിൽ കെ വാല്യൂ എന്താണ്? 1 ആണ്. ഓർത്തിരിക്കുക. അപ്പോൾ ഇന്ന് നമ്മൾ പഠിച്ചത് ഇലക്ട്രോസ്റ്റാറ്റിക്സ് ഓഫ് കണ്ടക്ടേഴ്സ് അല്ലേ. 6 പോയിന്റുകൾ പഠിച്ചു. ഓർത്തിരിക്കുക. നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്. അതായത് ഇലക്ട്രിക് ഫീൽഡ് ഇൻസൈഡിൽ 0 ആയിരിക്കും. അതേമാതിരി ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഡിറക്ഷൻ എപ്പോഴും സർഫസിന് പെർപെൻഡിക്കുലർ ആയിരിക്കും. ഇൻസൈഡിൽ നോ എക്സസ് ചാർജ്, അതായത് ഇൻസൈഡിൽ എക്സസ് ചാർജ് ഉണ്ടാവുകയില്ല കണ്ടക്ടറിൻ്റെ. ഇലക്ട്രിക് പൊട്ടൻഷ്യൽ സർഫസിലാണെങ്കിലും ഇൻസൈഡിലാണെങ്കിലും കോൺസ്റ്റൻ്റ് ആയിരിക്കും. ത്രൂ ഔട്ട് ദ വോളിയം ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ഈസ് എ കോൺസ്റ്റൻറ്റ്. ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് വെക്ടർ ഇ ദാറ്റ് ഈസ് ഈക്വൽ ടു സിഗ്മ ബൈ എപ്സിലോൺ 0 എൻ ക്യാപ്. ആൻഡ് ലാസ്റ്റ് പോയിന്റ് പറഞ്ഞത് എന്താണ്? ഇലക്ട്രോസ്റ്റാറ്റിക് ഷീൽഡിങ് അല്ലേ. ഇൻസൈഡ് ദ ക്യാവിറ്റി ഓഫ് എ കണ്ടക്ടറിൽ ഇലക്ട്രിക് ഫീൽഡ് വാനിഷ് ചെയ്തു പോകുന്നു. അതാണ് ഇലക്ട്രോസ്റ്റാറ്റിക് ഷീൽഡിങ്. ഓർത്തിരിക്കാം. അതിനുശേഷം നമ്മൾ ഡൈലക്ട്രിക്സ് എന്താന്ന് നോക്കി. ഡൈലക്ട്രിക് പോളാർ ആൻഡ് നോൺ പോളാർ നോക്കി. പോളാർ ആണെങ്കിൽ പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് സെൻറ്റേഴ്സ് ഓഫ് ചാർജസ് സെപ്പറേറ്റ് ചെയ്യും, പെർമനൻറ്റ് ഡൈപോൾ മൊമെൻറ്റ് ഉണ്ടായിരിക്കും. നോൺ പോളാർ ആണെങ്കിൽ പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് സെൻറ്റേഴ്സ് ഓഫ് ചാർജസ് കോയിൻസൈഡ് ചെയ്തിരിക്കും. ഇതിനെ വേണമെങ്കിൽ നമുക്ക് പോളാർ ആക്കാം. എങ്ങനെ? ഒരു എക്സ്റ്റേണൽ ഫീൽഡ് അപ്ലൈ ചെയ്താൽ പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് സെൻറ്റേഴ്സ് ഓഫ് ചാർജസ് സെപ്പറേറ്റ് ചെയ്യും. അങ്ങനെ അവർക്കൊരു ഇൻഡ്യൂസ്ഡ് ഡൈപോൾ മൊമെൻറ്റ് കിട്ടും. ആ ഡൈപോൾ മൊമെൻറ്റ് പെർ യൂണിറ്റ് വോളിയത്തിന് പറയുന്ന പേരാണ് പോളറൈസേഷൻ.